നമസ്കാരം. വിഷ്ണോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മാസം പകുതി പിന്നിട്ടിട്ടും ജില്ലയിലെ മിക്ക റേഷൻ കടകളിലും ആവശ്യത്തിന് സാധനങ്ങളില്ല. കടകളിൽ എത്തിച്ച അരിക്ക് നിലവാരം കുറവാണെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ മാസം വിതരണക്കാരുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് മെല്ലെപ്പോക്കിന് കാരണമെന്നും നാളെയോടെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുമെന്നുമാണ് റേഷൻ അധികൃതർ പറയുന്നത്. പ്രശ്നം ഗുരുതരമായതോടെ പലയിടങ്ങളിലും റേഷൻ വ്യാപാരികളും ഉപഭോക്താക്കളും തമ്മിൽ തർക്കമുണ്ടാകുന്നുണ്ട്. ഗുണനിലവാരമില്ലാത്ത അരിയാണെന്ന് ചൂണ്ടിക്കാണിച്ച് അരി സ്വീകരിക്കാൻ ഉപഭോക്താക്കൾ തയ്യാറാവാത്ത സാഹചര്യവും നിലനിൽക്കുന്നു. ആവശ്യത്തിനില്ലാതെ റേഷൻ സാധനങ്ങളും നിർധന വിഭാഗത്തിന് നൽകേണ്ട റേഷൻ സാധനങ്ങൾക്കാണ് പ്രധാനമായും ക്ഷാമം. സ്റ്റോക്ക് തീരെയില്ലാത്ത കടകളും കൂട്ടത്തിലുണ്ട്. ഒരു കാർഡുടമയ്ക്ക് അനുവദിച്ച റേഷൻ സാധനങ്ങൾ മുഴുവൻ വാങ്ങാൻ 2 തവണയിൽ കൂടുതൽ കടയിൽ പോകേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പലയിടങ്ങളിലും കഴിഞ്ഞ മാസം എത്തിയ സ്റ്റോക്ക് സാധനങ്ങൾ ഉപയോഗിച്ചാൽ പോയ ദിവസങ്ങളിൽ വിതരണം നടത്തിയിരുന്നത്. ഇന്നലെയോടെയാണ് ചിലയിടങ്ങളിലെങ്കിലും വിതരണം ആരംഭിച്ചത്. ജില്ലയിൽ റേഷൻ സാധനങ്ങളുടെ ദൗർബല്യം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് കൊല്ലം താലൂക്കിലാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ 2 മാസമായി സർക്കാർ അനുവദിക്കുന്ന അളവിൽ സാധനങ്ങൾ ലഭിക്കുന്നില്ല. സർക്കാർ അനുവദിക്കുന്ന അളവിൽ ഗോഡൌണുകളിൽ നിന്നും ചരക്ക് എത്തിക്കാനാകാത്തതാണ് കാരണം. കുന്നത്തൂർ താലൂക്കിലെ റേഷൻ കടകളിൽ ഇത്തവണ എത്തിച്ചത് ഉപയോഗശൂന്യമായ അരിയാണെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. മട്ടയരിയുടെ ചാക്കിൽ വെള്ള പുഴുക്കലരി നിറച്ച ശേഷം മട്ടയരി എന്ന് വ്യാജേന വിതരണം എത്തിച്ചതാണെന്ന് വ്യാപാരികളുടെ പരാതി. ചാക്ക് പൊട്ടിച്ച ശേഷമാണ് ചുവന്ന അരിക്ക് പകരം പുഴുക്കലരിയാണെന്ന് തിരിച്ചറിഞ്ഞത്. NFSA ഗോഡൌണിൽ നിന്നാണ് ഇത്തരത്തിൽ കടകളിൽ മോശപ്പെട്ട അരി എത്തിയത്. സംഭവം വിവാദമായതോടെ ഭൂരിഭാഗം വ്യാപാരികളും അരിയെടുക്കാതെ മാറി നിൽക്കുകയാണ്. വിതരണയോഗ്യമല്ലാത്ത അരി തിരിച്ചെടുക്കണമെന്നും ഇത്തരത്തിൽ ഗോഡൌണിൽ സൂക്ഷിച്ചിട്ടുള്ള അരി വിതരണത്തിന് നൽകരുതെന്നും ആവശ്യപ്പെട്ടു. റേഷൻ വിതരണത്തിനെത്തുന്ന അരി ഗുണനിലവാരം ഇല്ലാത്തതെന്നും പരാതിയുണ്ട്. നേരത്തെ ഗുണനിലവാരം ഉള്ള പുഴുക്കലരിയാണ് റേഷൻ കടകളിൽ നിന്ന് ലഭിച്ചിരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന അരി വേവിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. രാവിലെ വേവിക്കുന്ന അരി രാത്രി കഴിക്കാൻ കഴിയില്ല. വളരെ മോശം അരിയായതിനാൽ പൊതുവിപണിയിൽ നിന്നും വലിയ വില നൽകി അരി വാങ്ങി ഉപയോഗിക്കുകയാണെന്ന് ഗുണഭോക്താക്കൾ വ്യക്തമാക്കുന്നു. മട്ടയരി എന്ന പേരിൽ ഇത്തവണ നൽകിയിരിക്കുന്നത് വെള്ള നിറത്തിലുള്ള അരിയാണ്. അത് ഗുണനിലവാരം ഇല്ലാത്തതാണെന്ന പരാതിയുള്ളതിനാൽ ഉപഭോക്താക്കൾക്ക് ഈ അരിയോട് താൽപ്പര്യമില്ല. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൊല്ലം താലൂക്കിലെ പ്രശ്നം വിതരണക്കാരുമായി ഉണ്ടായ പ്രശ്നത്തിന്റെ ഭാഗമാണ്. ഇത് പരിഹരിക്കാൻ കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അടിയന്തരമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ നാളെ മുതൽ വിതരണം നടത്താൻ സംവിധാനം ഒരുക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ മാസം നടന്ന വിതരണക്കാരുടെ സമരത്തിന്റെ ഭാഗമായി റേഷൻ വിതരണത്തിൽ കാലതാമസം വന്നു. ആ കാലതാമസമാണ് ഈ മാസത്തെ വിതരണത്തെ ബാധിച്ചത്. പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണ്. 2 തരത്തിലുള്ള CMR അരിയാണ് വിതരണം ചെയ്യുന്നത്. ജില്ലയിൽ സാധനങ്ങൾക്കായി ചുവന്ന നിറത്തിൽ CMR അരിയുടെ വിതരണം ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തവണ വെള്ള CMR അരിയാണ് വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് അരിയുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് പരാതി ഉയർന്നത്. കുന്നത്തൂരിൽ ഉപയോഗശൂന്യമായ അരി വിതരണം ചെയ്തെന്ന പരാതി പരിശോധിക്കുമെന്നും അധികൃതർ പ്രതികരിച്ചു. കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.